അനുഗ്രഹത്തിന്റെ വിത്തുകൾ 22.05/2026. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് ശക്തനും ഭയങ്കരനുമാണ്. നമ്മുടെ കർത്താവ് നിങ്ങൾക്ക് എതിരായിരിക്കുന്നവനേക്കാൾ വളരെ ശക്തനാണ്. നമ്മുടെ കർത്താവ് ഇന്ന് നിങ്ങൾ നേരിടുന്ന എന്തിനേക്കാളും ശക്തനാണ്. ഇന്ന് നിങ്ങൾക്ക് ആത്മീയമായി വരേണ്ടതായി തോന്നിയേക്കാം. ഇന്ന് നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ ആരുമില്ലാതെ ഒറ്റയ്ക്കാണെന്ന് തോന്നിയേക്കാം. ഇതാണ് അവസാനമെന്ന് നിങ്ങൾക്ക് തോന്നുന്നു. ഒരു പരിഹാരത്തിന് വഴിയില്ല. ദൈവവചനം നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നു. ദാഹിക്കുന്നവന്റെ മേൽ ഞാൻ വെള്ളം ഒഴിക്കും, വരണ്ട നിലത്ത് വെള്ളപ്പൊക്കമുണ്ടാകും. യെശയ്യാവ് 44:3. അതെ, ദൈവം നിങ്ങളുടെ പ്രതീക്ഷ അറിയുന്നു. നിങ്ങൾ എന്താണ് കാത്തിരിക്കുന്നതെന്ന് ദൈവത്തിനറിയാം. നിങ്ങൾ എന്താണ് പ്രാർത്ഥിക്കുന്നതെന്ന് ദൈവത്തിനറിയാം. വലിയ അത്ഭുതങ്ങൾ വഴിയിലാണ്. ബൈബിൾ പറയുന്നു, ദൈവം യെഹെസ്കേൽ പ്രവാചകനെ അസ്ഥികൾ നിറഞ്ഞ ഒരു താഴ്വരയിലേക്ക് നയിച്ചു. ആ അസ്ഥികൾ വളരെ വരണ്ടതായിരുന്നു. പക്ഷേ ദൈവം അവന്റെ ഹൃദയത്തെ അതിലേക്ക് ജീവൻ നൽകാൻ ചലിപ്പിച്ചു. നിങ്ങൾ പോലും അത് അസാധ്യമാണെന്ന് തോന്നി. പക്ഷേ അവൻ സംസാരിച്ചപ്പോൾ ദൈവത്തിന്റെ ശ്വാസം അവയിൽ പ്രവേശിച്ചു. അവർ ജീവിച്ചു. ദൈവപുത്രൻ. ഇന്ന് നിങ്ങളുടെ സാഹചര്യം മോശവും ദുഷ്കരവും അത്ഭുതം അസാധ്യവുമായി തോന്നിയേക്കാം. പക്ഷേ നിങ്ങളുടെ വരണ്ട കാലം അവസാനിപ്പിക്കാൻ ദൈവത്തിന് കഴിയും. പക്ഷേ നിങ്ങളുടെ ആത്മാവിനെ പുതുക്കാൻ ദൈവത്തിന് കഴിയും. പക്ഷേ നിങ്ങളെ പുനരുജ്ജീവിപ്പിക്കാനും ശക്തിപ്പെടുത്താനും ദൈവത്തിന് കഴിയും. നമ്മൾ പ്രാർത്ഥിക്കട്ടെ. കൃപയുള്ള സ്വർഗസ്ഥനായ പിതാവേ, ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നതിനും ഞങ്ങളുടെ ക്ഷീണിച്ച വരണ്ട ആത്മാവിനെ ഉന്മേഷപ്പെടുത്തിയതിനും നന്ദി. നിന്റെ ആത്മാവിനെ ഞങ്ങളുടെ മേൽ പകർന്നതിനും ഞങ്ങളുടെ ഹൃദയങ്ങളെ പുതുക്കിയതിനും ഞങ്ങളിലേക്ക് ജീവൻ പുനഃസ്ഥാപിച്ചതിനും നന്ദി. എല്ലാ വരൾച്ചയും നീക്കം ചെയ്ത് പുതിയ ശക്തിയാൽ ഞങ്ങളെ നിറച്ചതിനും നന്ദി. നിന്റെ സാന്നിധ്യം ഞങ്ങളുടെ ഉള്ളിലെ എല്ലാ ദുർബല പ്രദേശങ്ങളെയും പുനരുജ്ജീവിപ്പിക്കട്ടെ. യേശുവിന്റെ അതുല്യമായ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ.